അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? എനിക്കും മക്കൾക്കും സുഖമാണ്, അൽഹംദുലില്ലാ. എന്നാ ബാക്കി പറയട്ടെ. ആരെക്കുറിച്ചാണ് പറയണമെന്ന് നിങ്ങൾക്ക് അറിയാലോ, എന്നാലും ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ പുതിയത് എന്താ അറിയോ? ടൈറ്റിൽ തന്നെ ഉള്ളത് എനിക്ക് നിങ്ങളുടെ സഹായം വേണം, പിന്നെ ഗൂഗിൾ പേ നമ്പർ. ഇനി എന്താ അവൾക്ക് പറയാനുള്ളതെന്ന് അറിയണ്ടേ? അതും കൂടി ഒന്ന് കേട്ടോ. കുറച്ച് ദിവസം ഒരു സമാധാനം ഉണ്ടായിരുന്നു, പിന്നെയും വന്നോളൂ. ഒന്ന് കേട്ടോക്ക. അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ സുഖാണ്. മഴ നല്ല നാട്ടില് നമുക്ക് ഭയങ്കര മഴയാണ്. പിന്നെ മോൻ എക്സാമിന് പോയി, പള്ളിയിൽ മദ്രസയിൽ നിന്ന് പരീക്ഷയാണ്, കൊച്ചു പരീക്ഷ. പിന്നെ ഞാനൊരു ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാല് എന്താണ്, എനിക്ക് പ്രസവിച്ച് കിടക്കുമ്പോഴുള്ള മരുന്നുണ്ടല്ലോ, പ്രസവ രക്ഷാ മരുന്നുകൾ, അതായത് കായ്ച്ചലൊക്കെ നാട്ടിൽ അതൊക്കെ പറയുന്നു. അത് പിന്നെ മറ്റേ കുളിച്ചിട്ട് വരണമെന്ന് ചുക്ക് കാപ്പി, അത് നമുക്ക് ഇടാം, യൂട്യൂബിൽ നോക്കി ഇടാം. കരിപ്പൊടിയൊക്കെ മേടിച്ചിട്ട് അത് നമുക്ക് ചുക്കൊക്കെ ഇട്ടിട്ടുള്ള കാപ്പി. അതായത് പിന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കഴിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങളോടൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്, സംശയം ചോദിക്കാൻ വേണ്ടി വന്നിക്കുക. കാരണം എന്താ വെച്ചാൽ 5ാമത്തെ പ്രസവമല്ലേ, ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പം എന്തെങ്കിലും അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. പിന്നെ ചുക്കാപ്പി ഒരു യൂട്യൂബിലൊക്കെ ഇടും കേട്ടോ, അത് നിങ്ങളെ സഹായമൊന്നും വേണ്ട, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അതുപോലെ യൂട്യൂബിൽ ഇട്ടോളൂ ചുക്കാപ്പി എങ്ങനെ ഇടുക എന്നുള്ളത്. അപ്പം അല്ലാത്തതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയിച്ചെങ്കിൽ നിങ്ങളൊന്നാലും പറഞ്ഞു കൊടുത്തല്, എന്തായാലും നമുക്ക് ബാക്കി കേൾക്കാം. പറഞ്ഞ കുട്ടിയെ അപ്പോഴേ എനിക്ക് കായ്ച്ചലൊക്കെ അതുപോലുള്ള പ്രസവ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരണം. ഞാൻ പൈസ അയച്ചു തരും, നമ്മളേക്ക് അയച്ചു തരും. അപ്പൊ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും കായ്ച്ചരക്ക് അതേപോലുള്ള പ്രസവ മരുന്നുകളുണ്ടല്ലോ, ഞാൻ മറന്നുപോയി എന്തൊക്കെയാണ്. നമുക്ക് കുറുഞ്ഞി കുഴമ്പൊക്കെ ചെറിയൊരു കയ്പ് പോലത്തേക്ക് ഉണ്ടല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് അയച്ചു തരുള്ളതുകൊണ്ട് നിങ്ങളോട് അടുത്ത് പറയാമല്ലോ. ഞാൻ പൈസ അയച്ചു തരാം. എന്തൊരു സാധനത്തിന് പൈസ നമ്മള് വേദ പിടിക്കുന്ന നമുക്ക് ഇവിടെ മേടിക്കാൻ. അപ്പൊ നമുക്ക് വേറെ ആരുമില്ല. ഈ ആലങ്ങ അതൊക്കെ മുമ്പ് ഈ മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് അങ്ങനെയൊക്കെ കഴിക്കണം. പക്ഷെ അന്ന് നമ്മളെ നാട്ടില് കഴിക്കില്ല. ഈ കായ്ച്ചിരക്ക് നമുക്കൊന്ന് ലേഹ്യമായിട്ട് കുഴമ്പ് പോലെ അല്ല, ലേഹ്യമായിട്ട് അയച്ചു തോനെ ദിവസം വെച്ചിരുന്ന് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരൂ. നമുക്ക് ആരുമില്ല. പ്രസവത്തിന് ഹോസ്പിറ്റലിൽ തന്നെ നല്ലൊരു എമൗണ്ട് ആവും, 75 രൂപ ആവും. 75 അവിടെ നിൽക്കിട്ടില്ലേ? അതിന്റെ മുമ്പത്തെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് പിന്നെ ഈ സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കുക, അതിന് പൈസ നമ്മൾ എത്ര തരാം, പക്ഷെ നമുക്ക് ആരുമില്ല. അപ്പോൾ നിങ്ങൾ ഈ യൂട്യൂബൊക്കെ കണ്ടിട്ടുള്ള ഉമ്മമാര് അത് എങ്ങനെ വെച്ചെങ്കിലും ഒന്ന് അയച്ചു കൊടുത്താൽ മതി. പൈസ എത്ര വെച്ചാൽ നമ്മൾ തരാം, പക്ഷെ നമുക്ക് ആരുമില്ല. ഇത് റിട്ടൂണ്ട മതി, ഞമ്മക്കാരുമില്ല എന്ന് ഇടക്കിടക്ക് ഇങ്ങനെ 37 പറയുന്നുണ്ട്. ഈ ഞമ്മക്ക് എങ്ങനെ ആരും ഇല്ലാണ്ടായത്? ഇത് നേരെ മറ്റേ ആകാശത്ത് നിന്ന് പൊട്ടി മുളച്ചതാ. ഈ ഞമ്മക്ക് ആരും ഇല്ലാത്തതിന്റെ കഥ എല്ലാവർക്കും അറിയുന്നല്ലേ. അതിപ്പോ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞമ്മക്ക് ആരുമില്ല. അപ്പം നമ്മൾ ആരെങ്കിലും ഒക്കെ ഒന്ന് കൊടുത്തയച്ചിട്ട് സഹായിച്ച്, എന്തായാലും ബാക്കിയും കൂടിയാണ് കേൾക്കാം. ഒരാളെ കൂടെ നിർത്താനുള്ള സാമ്പത്തിക ഇല്ല. അത് മാത്രമല്ല, ഇപ്പോഴും നോക്കുന്ന വരുന്ന സ്ത്രീകള് കുഞ്ഞിനെയും എന്നെയും മാത്രമേ നോക്കൂ. അപ്പൊ കുഴപ്പമില്ല, നോക്കണ്ട. ബാക്കി 2 കാര്യം. എന്താ സംഭവം? അതായത് ഇപ്പൊ വരുന്ന പെണ്ണുങ്ങള് എന്നെ കുഞ്ഞിനെ മാത്രമേ നോക്കുള്ളൂ, ഇക്കായെ നോക്കൂലെന്ന്. ഇനി വേറ്റിന് വാർക്കാൻ വരുന്ന മറ്റേ പെണ്ണ് ഇക്കായി നോക്കാ, അതിന്റെ അയലോക്കാരെയും നോക്കാം. എന്നിട്ട് അതിന് കൊടുക്കാനുള്ള സാമ്പത്തികമല്ല. ഇതാണ് ഇപ്പോൾ ഉള്ള പരാതി. അല്ല ഇവളെ എവിടെയെങ്കിലും പേറ്റിന് വാർക്കാൻ പോയ മറ്റേ പെണ്ണുങ്ങള് അവിടുത്തെ കെട്ടിയനെയും നോക്കിയ ചരിത്രം ഉണ്ടോ? ഏതാ വിളേജ്? ഒരു പിടുത്തമല്ല. പറയണേ എന്നെ കുഞ്ഞിനെ മാത്രമേ നോക്കുള്ളൂ, കയ നോക്കൂലെന്ന്. ബാക്കി പറയാം. നമുക്ക് അതിന് പറ്റൂല. 1000 രൂപ അവർക്ക് ഫുഡും കൊടുക്കണം. പിന്നെ നമുക്ക് ഈ പ്രസവത്തിന് 40 ചടങ്ങ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്ന് ശുദ്ധിയാവുന്നു അന്ന് കുളിച്ച് കുട്ടിക്ക് നല്ല ഉടുപ്പ്, മക്കൾക്ക് എല്ലാവർക്കും നല്ല ഉടുപ്പ് ആഗ്രഹം. അതായത് 4ാമത്തെ ഡെലിവറിക്കൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ചെറിയൊരു രീതിയിൽ യാസീനുമൊക്കെ ഓതി അങ്ങനെ പള്ളിയിലൊക്കെ ഇത്തിരി പൈസയൊക്കെ കൊടുത്തു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പറഞ്ഞു കേട്ടില്ല. എനിക്ക് ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പണ്ട് മറ്റാള് ഡോക്ടറെ അടുത്തേക്ക് പോയില്ലേ, ഇനി അത് ഞാൻ ബാക്കി കാണിച്ചത്. ഇതിന്റെ ബാക്കി അതാണ്. എന്ത് ഡോക്ടറെ
മുമ്പൊക്കെ എനിക്കത് അങ്ങനെ തിരിയാൻ പറ്റിയായിരുന്നു. ഇപ്പൊ എനിക്ക് ഈ ഭാഗത്തേക്ക് മാത്രമേ പറ്റുള്ളൂ. പഴയ പോലെ എങ്ങനെ ആക്കാൻ പറ്റുന്നില്ല എന്നറിഞ്ഞില്ലേ? അതേമാതിരിയാണ് ഓള് ചാരി ഇരിക്കാൻ പറ്റും, കുനിയാൻ പറ്റൂലാണ്ട് കുനിഞ്ഞൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അത് പറ്റാത്ത കാര്യത്തിൽ പിന്നെ അവൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ എന്ത് മോനോ മസ്ജിൽ മോനോ ആ മോനെ പ്രസവിച്ചപ്പോ ഇത്ര ടാസ്ക് ഉണ്ടായിരുന്നില്ല, അല്ല സോറി ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ മറ്റേ മോനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രസവം എന്ന് പറഞ്ഞാൽ വലിയ എന്തോ ഒരു സംഭവമാണ്, ഭയങ്കര റിസ്ക് ആണ്. നമ്മളൊക്കെ പാടെ നിർബന്ധിച്ചിട്ട് അവളോട് പറഞ്ഞ മാതിരി ഇത് വലിയ എന്തൊക്കെ പ്രയാസമുള്ളതാത്രേ. അപ്പൊ നിങ്ങൾ അതിനൊക്കെ കൈ അഴിഞ്ഞ് അകമൊഴിഞ്ഞ് സഹായിക്കാന് എന്തൊക്കെ സഹായിക്കേണ്ടത്? പച്ചമരുന്നുകള്, പിന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും പേറ്റിന് വാർക്കാം പോണമെന്നുണ്ടെങ്കിൽ പോകാം. പക്ഷെ കായും കൂടി നോക്കണം. കായ നോക്കാത്ത ഒരാളി അങ്ങോട്ട് അടുപ്പിച്ചൂല. ഇവളാ സെഫീന ബീവിയുടെ അടുക്കളയിൽ കൂടെ PT ഉഷ ഓടണ മാതിരിയാ ഓടുന്നു. ഏത് ആ വള്ളയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത്. ഇപ്പോൾ അവൾക്ക് BP കൂടുതൽ, ഷുഗർ കൂടുതൽ, പ്രഷർ കൂടുതൽ, പിന്നെന്താ എല്ലാം കൂടുതലാ. കുറവ് വ്യൂസ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ വ്യൂസും കൂടി ആരെങ്കിലും ഒന്നാണ് കൂട്ടിക്കൊടുക്കും. അമ്മായത്തെ സങ്കടമല്ലേ പറയുന്നത്, പാവം. ഓൾക്ക് പള്ളിയിലുണ്ടായ അന്ന് തുടങ്ങിയതാ യൂട്യൂബിന്റെ അംഗം. ഒന്നരാളെ നാട്ടാപ്പായരാക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ കാണാൻ ഇവല് തെങ്ങും തോപ്പിൽ നിന്ന് തല്ലുകൊടുന്നു. ഇതിന്റെ ഇടയിൽ എപ്പോഴാ ഇതിനൊക്കെ നേരം ഒരു കുടുത്തമല്ല. എന്തായാലും ആള് പെറ്റിക്കുന്നു തോന്നുന്നുണ്ട്. അതിന്റെ ലിസ്റ്റ് അപ്പൊ പറയുന്നത് ആരോടെ ഡോക്ടറേത്ത് വന്നിരുന്ന മാതിരിയാ പറയുന്നത്. പ്രഷർ ഉണ്ട്, ഷുഗർ ഉണ്ട്, ഇതങ്ങനെ കുനിയാൻ പറ്റണില്ല, ഇങ്ങനെ നീരാൻ പറ്റണില്ല. യൂട്യൂബിനോടാ പറയണത്. അതായത് ഇത് ഡോക്ടറേത്തല്ലേ പോയി പറയണ്ടേ, നല്ല ഡോക്ടറിന് വല്ല മരുന്നും കൊടുക്കൂ. അതിന് നേരല്ല. എന്നാ പ്രേക്ഷകരോട് ഇതൊക്കെ വന്ന് നിരന്നിരുന്ന് പറയാം. ഓൾക്ക് ടൈമും ഉണ്ട്. അപ്പൊ ഓൾക്ക് ശരീരം കൊണ്ടും ബജ്ജ, കാലും കൊണ്ടും ബജ്ജ, ക്ഷീണാണ്. കാരണം 5ാമത്തെ പ്രസവമല്ലേ. അപ്പൊ അത് അത്രയും വലിയൊരു പ്രയാസമുള്ള പ്രസവാത്രേ. അതുകൊണ്ട് അതിനൊന്നിനും വയ്യാന്ന്. ആരെങ്കിലും റിയാക്ഷൻ വീഡിയോ ചെയ്തോക്കാം. വെളിച്ചപ്പാട് തുള്ളണ മാതിരി ഇവിടെ നീച്ച് തുള്ളവും ഓളെ ക്യാമറയും കൊണ്ട്. അപ്പൊ പ്രഷറെ വിളിക്കാൻ പോയാ, ഷുഗറെ വിളിക്കാൻ പോയാ, വയലോക്കാരെ വിളിക്കാൻ പോയാ ഒരു പിടുത്തം ഉണ്ടാവൂല. എന്തായാലും ഓളെ ബാക്കി രോഗം കൂടി നമുക്ക് കേൾക്കാം. അപ്പോൾ എവിടെ നിർത്തിക്കണ അറിയോ? അതായത് പണ്ടൊക്കെ ഇങ്ങനെ കുനിയാൻ പറ്റിയിരുന്നു, ഇപ്പൊ എനിക്ക് അങ്ങനെ പറ്റൂല. ഇപ്പൊ ഇങ്ങനെ ഇരിക്കണം. ആദ്യം ഒറ്റയടിക്ക് ഞാൻ അങ്ങനെ കുനിഞ്ഞിരുന്നു, ഇപ്പൊ അത് പറ്റണില്ല. ഇതാണ് ഇപ്പോൾ അടുത്ത പരാതി. കേട്ടോ? ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കും. നമുക്ക് നിവർന്ന് ചാരി ഇങ്ങനെ ഇരിക്കാം. നേരെ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ അതുകൊണ്ടാണ് വന്നത്. എനിക്കൊന്ന് അയച്ചു തരണം ലേഖയായിട്ട്. ഞാൻ ഹോസ്പിറ്റലിലാകുമ്പോൾ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. എന്റെ നമ്പർ അറിയാലോ അമ്മമാർക്ക്. 89 213 95 498. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ അഡ്രസ്സ് ഞാൻ അയച്ചു തരാം. DTDC കല്ലമ്പല, അല്ലെങ്കിൽ പോസ്റ്റ് വഴി അയച്ചു തന്നാലും മതി. അങ്ങനെ എത്ര രൂപ ചിലവായാലും നമ്മൾ അയച്ചു തരും ഇൻഷാ അല്ലാഹ്. പിന്നെ കാരണം ഈ അവസ്ഥയിൽ നിന്ന് തരണം ചെയ്ത് കര കയറണം. ഈ മക്കളെ നോക്കണം, ഒരുപാട് ബാധ്യതകളുണ്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം നിങ്ങൾക്കറിയാലോ. ഞാൻ ഈ കൈയും 2 മക്കളും, പിന്നെ അള്ളാന്റെ തണലേ നമുക്കുള്ളൂ. വേറെ ആരുമില്ല എന്ന് കുഞ്ഞുങ്ങളില്ല, നാട്ടുകാരല്ല, അങ്ങനെയൊന്നുമല്ല. പിന്നെ എന്റെ ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ കുഞ്ഞുങ്ങളെ നോക്കാന്ന് വിചാരിച്ചപ്പോ മുഷ്താഖ് മോൻ അവരുടെ അടുത്ത് നിൽക്കില്ല. അതെന്താ മുഷ്താഖ് മോൻ അവിടെ നിന്നാ? മുഷ്താഖ് മോന് നിൽക്കൂല അത്ര. അപ്പൊ നിങ്ങളെല്ലാവരും കൈയൊഴിഞ്ഞൊന്ന് സഹായിക്കുക. പിന്നെ ഇപ്പൊ എന്തേ പറഞ്ഞു? നിങ്ങൾക്ക് അറിയാലോ നമ്മളെ. നമുക്ക് ആരുമില്ല, നമുക്ക് 2 മക്കളാണെന്ന്. അപ്പൊ ബാക്കിയുള്ളത് എവിടെ? 2 എണ്ണൊന്നും അല്ലല്ലോ എനിക്ക്. എന്തേ 2 മക്കൾ പറഞ്ഞു? അതെന്തേലും എണ്ണൊക്കെ തെറ്റിയതാക്കാരം. അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ലോൾക്ക് തന്നെ കൊടുത്തല്ല ഉണ്ണോൾക്ക് എത്ര എണ്ണാണെന്നുള്ളത്. അതല്ലല്ലോ ഇപ്പൊ നമ്മളെ വിഷയം. അപ്പോൾ മുഷ്താഖ് മോന് അവിടെ പുറത്തെവിടെയും നിൽക്കാൻ താല്പര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു സഹായ അഭ്യർത്ഥന ചോദിച്ചിരിക്കുക. എന്തിനെ? മരുന്നുകളൊക്കെ കൊടുത്തയക്കാം. അപ്പം എല്ലാവരും എന്ത് ചെയ്യണം? മരുന്നുകളൊക്കെ കൊടുത്തയക്കുക. പിന്നെ ഓർക്ക് നമുക്ക് ആരും ഇല്ലല്ലോ, കഷ്ടപ്പാടല്ലേ, മക്കളൊക്കെ നോക്കണ്ടേ. അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ഗൂഗിൾ പേ നമ്പർ അതിൽ തന്നെ ഉണ്ട്. ഈ ഗൂഗിൾ പേ കണ്ടുപിടിച്ചവൻ ആദ്യം വേണം ചവിട്ടാം. കാരണം എന്താ അറിയോ? ഈ ഗൂഗിൾ പേ ഇറങ്ങിയോടുകൂടെ സ്വന്തം കെട്ടിയാനെ അങ്ങോട്ട് തട്ടിയിട്ട് സ്കാനർ വെച്ചിട്ട് അത് വെച്ച് പിരിവ് നടത്തിയിട്ട് സുഖിച്ച് ജീവിക്കണ കുറേ ഇതേ സൈസ് സാധനങ്ങളുണ്ട്. പിരിവ് കിട്ടി നക്കിയോല് അതന്നെ പഠിച്ചും കൊണ്ടിരിക്കും. എന്നിട്ട് പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പറയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് പറയുന്നതിനേ കുറ്റമുള്ളൂ, അതിന് പ്രശ്നമല്ല. നമ്മൾ പറഞ്ഞാൽ അതാണ് പ്രശ്നം. എന്തായാലും കുറച്ചും കൂടി എനിക്ക് കേൾക്കാം, എന്നിട്ട് പോവാം. ഓക്കെ? നമുക്ക് നമ്മുടെ യൂട്യൂബ് വഴി നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും എല്ലാം പറയാം. കാരണം നിങ്ങൾക്കറിയാം ഞാൻ ഏത് അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നൊരു സ്ത്രീയാണ് എന്ന്.
അപ്പോഴേ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് പേര് പറഞ്ഞു പെൺകുഞ്ഞാണെന്ന്. പെൺകുഞ്ഞാണെങ്കിൽ അൽഹംദുലില്ലാ, ആൺകുഞ്ഞാണെങ്കിൽ അൽഹംദുലില്ലാ സന്തോഷം. പെൺകുഞ്ഞാണെങ്കിൽ ഇരട്ടി സന്തോഷമാണ്. പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ എന്താണ് എൻ്റെ പ്രസവത്തിന് വരെ ഞാൻ മറക്കും. കാരണം എനിക്ക് ജീവനാണ് പെൺമക്കളാണ്. പിന്നെ വേറെന്താണ്, അതുകൊണ്ട് ഈ നമ്മളിപ്പോൾ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഈ പെൺകുഞ്ഞുങ്ങളെ സാധനമൊക്കെ ഇല്ലേ, വളയും മാല അതൊക്കെ കാണുന്ന ആ സെക്ഷനിലോട്ട് ഞാൻ നോക്കാറേ ഇല്ല. ഭയങ്കര വിഷമമാണ്. ഈ ബക്കറ്റും കപ്പും മേടിക്കാൻ കയറിയപ്പോൾ തന്നെ അവിടെ ഇരിക്കണം. അപ്പോഴും എനിക്ക് എൻ്റെ മോളെ ഓർമ്മ വന്നു. ഞാൻ പെട്ടെന്ന് വണ്ടിയിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു, ഇക്ക ആവശ്യത്തിനുള്ള സാധനം മേടിച്ചുകൊണ്ട് വരികയെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്താണ് പെൺമക്കളിലാണ്. എനിക്ക് ആൺമക്കളെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം പെൺകുഞ്ഞിനെയാണ്. കാരണം എന്താണെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു മോളെ ഉള്ളായിരുന്നു. അപ്പം അതുകൊണ്ട് എന്നെ നിന്ന് ഇടയ്ക്കേ തട്ടി പറിച്ചുകൊണ്ട് പോയി. എന്തൊക്കെയോ ചെയ്തിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് അതിൻ്റെ തീരാ ദുഃഖമാണ്. അതിന് പകരം എനിക്കൊരു മകളാണ്. അതിന് പകരം വയ്ക്കാൻ പറ്റൂല. എന്നാലും ഇവരുടെ തുള്ളിച്ചാടി നടക്കാൻ ഒരു പെൺകുഞ്ഞ് എന്തെങ്കിലും താത്തി എന്ന് പറഞ്ഞ് അവളെ ബേക്കിൽ നിന്ന് ഓടുമ്പോൾ അവളെ മനസ്സെപ്പോഴെങ്കിലും അലിഞ്ഞ് വന്നാലാ. അവൾ വരൂലെന്ന് എനിക്കറിയാം, പക്ഷേ വന്നാലാ. അതുകൊണ്ട് അതൊക്കെ അവിടെ നിർത്തിയേക്കാം. അപ്പോൾ പേറ്റുമരുന്ന് ഞാൻ പ്രസവിച്ച് രണ്ട് ഉയിര് പിടിച്ച് കുഞ്ഞിനെ ഒന്ന് കാണണം. എന്തായാലും നിങ്ങളുടെ അടുത്ത് പറയും, മോനാണെങ്കിലും മോളാണെങ്കിലും. ഇപ്പോഴും പറയുന്നുണ്ട്, എന്താണ്, ഒരുപാട് കമന്റിലൂടെയൊന്നും വേദനിപ്പിക്കരുത്, ആരും വേദനിപ്പിക്കരുത് കേട്ടോ. ഇക്ക പറയും ആൺകുഞ്ഞാണ് പെങ്ങ്. അപ്പൊ പെട്ടിട്ടില്ലേ? പെറിഞ്ഞിന് മുന്നേ പണി ഈ ലേഹ്യത്തിന്റെയും മറ്റേ പച്ചമരുന്നിന്റെയും സഹായ അഭ്യർത്ഥനയൊക്കെ നടത്തിക്കണത്. അത് ശരി, എന്റെ വിചാരം പെറ്റിയെടുക്കാന്നാ. ഇപ്പോഴാ പറയണത്. പെൺകുഞ്ഞാണെങ്കിൽ അൽഹംദുലില്ലാ, ആൺകുഞ്ഞാണെങ്കിൽ അൽഹംദുലില്ലാ, ഇനിയും പെൺകുഞ്ഞാണെങ്കിൽ 2 അൽഹംദുലില്ലാ. കാരണം എന്താ, ഇരട്ടി സന്തോഷാണ്. കുട്ടി ഏതാണെങ്കിലും കേടുപാടില്ലാതെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച്, അല്ലാതെ അതിനൊരു അൽഹംദുലില്ലയും ഇതിനൊരു 1.5 അൽഹംദുലില്ലയും അതൊന്നും ഒന്നും ആവശ്യമല്ല. ഇപ്പൊ വരുന്നത് ഇപ്പൊ ഇതല്ലേ, ഏത് നിങ്ങളെ അടിയിക്കല്ലേ. മക്കളെ വളർത്തുമ്പോ അവറ്റനെ വെച്ചിട്ട് പിരിവുണ്ടാക്കാനോ മുതലെടുപ്പ് എടുത്താനോ അല്ല മക്കളെ, അവറ്റയുടെ ഭാവി. ഇതൊക്കെ അന്റെ യൂട്യൂബ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയും തുടങ്ങും ലൈവിടല്ലേ. ഇതൊക്കെ തുടക്കത്തിൽ തന്നെ ഈ കുട്ടീനെയൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ത്, ഈ സോഷ്യൽ മീഡിയ കൊണ്ടുവരിക, തോന്നിയത് പറയിപ്പിക്കുക, എന്നിട്ട് മഷ്റൂർ മോൻ നെസ്റൂർ മോൻ ഒന്നും തൊള്ളി കിട്ടാത്ത ചൈന പേര് ആയിപ്പോകും. ഇവരൊക്കെ ആണ് പേരും പറഞ്ഞിട്ട്. ഇപ്പൊ നിന്റെ പെൺകുട്ടിനെ നീ പറഞ്ഞല്ലോ, ഏത് അൽഹംദുലില്ലാ, ഒന്നോ നമുക്ക് പോയി, ഇനി ഒരു പെൺകുട്ടി ആയ അതിന് പകരമാകും. എങ്ങനെ അറിയോ, ഇതിന്റെ വയസ്സെത്തുന്ന വരെ സംസാരശേഷിയും ബുദ്ധിയും മക്കൾക്ക് വന്നോ, കുട്ടികൾക്ക് തെറ്റ് ശരി തിരിച്ചറിയാനുള്ള നല്ല ബോധമുള്ള കാലത്താണ് ഇന്ന് അവർ ജീവിക്കുന്നത്. ഇജാതി അക്രമങ്ങൾ നിങ്ങൾ രക്ഷിതാക്കളെന്നും പറഞ്ഞിട്ട് ചെയ്ത് കൂട്ടുമ്പോൾ, അതും ഞാൻ ഒരു കാര്യം പറയട്ടെ ലളിതമായിട്ട്, ഉപ്പോളം വെല്ല ഉപ്പിലിട്ടത്. എത്ര വാപ്പയാണ്, വാപ്പയെ പോലെയാണ്, കായാണ്, കേ പോലെയാണെന്നൊക്കെ പറഞ്ഞാലും ശരി, പെൺകുട്ടികളെ ഒരു ഇത്തിരി ഗ്യാപ്പിട്ട് നിർത്തുന്നത് നല്ലതാ. സ്വന്തം എന്താ പറയാ, ഇന്നത്തെ കാലത്ത് ഒരു 85% അല്ലെ 80% സ്വന്തം പിതാക്കന്മാരെ പോലും വിശ്വസിക്കരുതേ എന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴാണ് ഈ ഇങ്ങനെ കെട്ടാൻ നടക്കുക. എന്നിട്ട് അന്നെ കെട്ടാനും വേറെ ആളുകളും നടക്കുക. നിങ്ങൾ രണ്ടാളും തന്നെ നിരങ്ങത്തിലാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നിങ്ങൾ അടി ഒഴിഞ്ഞോളം മറ്റേ നേരവും കാലമല്ല. എന്നിട്ട് പറയാണ്, അവളെനിക്ക് മിസ്സായി, പക്ഷെ അതിന് പകരം 1.5 അൽഹംദുലില്ലാ. ഏത്, ആൺകുഞ്ഞാണെങ്കിൽ 1 അൽഹംദുലില്ലാ, പെൺകുഞ്ഞാണെങ്കിൽ 1.5 അൽഹംദുലില്ലാ. കേൾക്കണങ്ങൾ ബെസ്റ്റ്ഫ്രണ്ട്. എന്നാ പോയിക്കോ, പോയി സുഖമായി പ്രസവിക്ക, എന്നിട്ട് വാ. അല്ലാപ്പ എന്താ പറയുന്നില്ലേ. എന്നിട്ട് 1.5 അൽഹംദുലില്ലയാണ് 1 അൽഹംദുലില്ലയാണ് നോക്കാലോ നമുക്ക്. പോട്ടെ എന്നാ, അസ്സലാമു അലൈക്കും, സുഖായിരിക്കണു, ബൈ.